നമസ്കാരം. പോസ്റ്റ് കാർഡ് ഓൺലൈനിലേക്ക് സ്വാഗതം. മാർട്ടിൻ, ഒടുവിൽ മുഖ്യമന്ത്രിക്ക് മൗനം വെടിയേണ്ടി വന്നു. ഈ നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന പോലീസിന്റെ ക്രൂരതകളെ കുറിച്ച് എണ്ണിയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞത്. ചോദ്യങ്ങൾ ചോദിച്ചത്. സത്യം പറഞ്ഞാൽ ഇന്ന് അത്തരം ചോദ്യങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം അറിയായിരുന്നു. അവര് ഉണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിക്ക് ഉത്തരം പറയാതെ വേറെ രക്ഷയില്ല. കാരണം കുറച്ച് നാളുകളായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേഷൻ മർദ്ദനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളാണ് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിക്ക് നേരെ. അപ്പം അതിനുള്ള ഉത്തരങ്ങളാണ് മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വന്നത്. അപ്പം വി.ഡി. സതീശൻ വലിയൊരു ലിസ്റ്റ് തന്നെ എടുത്തിട്ടാണ് മുഖ്യമന്ത്രിയുടെ മുമ്പിലേക്ക് എടുത്തിടുകയായിരുന്നു. അതായത് കേരളത്തിൽ കുറച്ച് നാളുകളായിട്ടുണ്ടായിരുന്ന സ്റ്റേഷൻ മർദ്ദനങ്ങളുള്ള വലിയൊരു ലിസ്റ്റ് തന്നെ, അത് അതിക്രൂരമായിട്ടുള്ള ലിസ്റ്റ് ആണ് നൽകിയിരുന്നത്. അപ്പം കാര്യമായിട്ട് തന്നെ കേരള പോലീസിന് അതായത് വി.ഡി. സതീശൻ പറഞ്ഞതനുസരിച്ചും അല്ലാതെ നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുമ്പോഴത്തേനും കാര്യമായിട്ട് തന്നെ കേരള പോലീസിന് വലിയൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം വി.ഡി. സതീശൻ ഇന്ന് സഭയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാലത്ത് ലോകത്തിലെ അറിയപ്പെട്ടിരുന്ന ഒരു പോലീസ് സേനയായിരുന്നു കേരള പോലീസ് എന്ന് പറയുന്നത്. അതായത് സ്കോട്ട്ലൻഡ് യാർഡിനോട് പോലും പിടിച്ചു നിൽക്കാൻ ശേഷി ഉണ്ടായിരുന്ന ഒരു പോലീസ് തന്നെയായിരുന്നു കേരള പോലീസ് എന്ന് പറയാം. അപ്പം അത് കുറ്റാന്വേഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ജനങ്ങളോടുള്ള ഇടപെടലിന്റെ കാര്യത്തിലെല്ലാവരും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ എന്നാൽ ഇന്ന് അതല്ല സ്ഥിതി. ഇന്ന് സ്ഥിതി വളരെയേറെ മാറിപ്പോയിരിക്കുന്നു എന്നുള്ളത് നമുക്ക് കുറച്ച് നാളുകളുടെ ഒരു അനുഭവം കൊണ്ട് നമ്മുടെ മുന്നിലുണ്ട്. അതായത് സ്റ്റേഷൻ മർദ്ദനങ്ങൾ നടക്കുക, കൊലപാതകങ്ങൾ നടക്കുക, അനാവശ്യമായിട്ടുള്ള ഫേക്ക് കേസുകൾ കെട്ടിച്ചമയ്ക്കുക, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അതായത് കോടതിയിൽ പോലും പലപ്പോഴും പോലീസിന് നാണം കെട്ട് ഓടേണ്ടി വരുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഈ വിഷയത്തിലെല്ലാം അന്നൊരിക്കലും പിണറായി വിജയൻ മറുപടി പറഞ്ഞിരുന്നില്ല. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് പിണറായി വിജയൻ വളരെ മൗനത്തിലായിരുന്നു. ഇതിനു മുൻപ് പല കേസുകൾ ഉണ്ടാകുമ്പോൾ പോലും പിണറായി വിജയൻ മറുപടി, അതായത് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന് മറുപടി പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഏത് വിഷയത്തിലും. പക്ഷെ സമാനമായി ക്രൂരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ട് പോലും പുള്ളി അതിനെ കുറിച്ച് ഒന്നും മിണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വസ്തുത എന്ന് പറയുന്നത്. പ്രതിഷേധമുണ്ടായിരുന്നു. മാത്രമല്ല ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി പോലും തൃപ്തികരമല്ലാത്തൊരു മറുപടിയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ വി.ഡി. സതീശന്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് അദ്ദേഹം പറഞ്ഞത് നമ്മുടെ പഴയ കാലം മുതൽ, അതായത് ബ്രിട്ടീഷ് കാലം മുതലുള്ള ഇന്ത്യയിലുള്ള കഥകളാണ് ഇദ്ദേഹം പറയുന്നത്. അതെന്തിനാണ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അതെ, അതായത് കൃത്യമായ മറുപടി അദ്ദേഹത്തിനില്ല. അപ്പോൾ അദ്ദേഹം ഈ ബ്രിട്ടീഷ് കാലം മുതലുള്ള പോലീസ് സംവിധാനത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കോൺഗ്രസ് ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാജ്യം മുഴുവൻ ഉണ്ടായിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയണം. അടിയന്തരാവസ്ഥയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയും, ഇതിപ്പം 1975 അടിയന്തരാവസ്ഥയോ ബ്രിട്ടീഷ് ഇന്ത്യ ഒന്നും അല്ലല്ലോ. ഇപ്പൊ പിണറായി വിജയൻ ഭരിക്കുന്ന കേരളത്തിൽ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് നടന്ന സംഭവങ്ങളെ കാര്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഇപ്പം അതിനുത്തരമില്ലാതെ വരുമ്പോൾ ഇദ്ദേഹം എന്തിനാണ് മറ്റ് ചരിത്രത്തിലോട്ട് പോകുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും അത് ഉത്തരമില്ലാത്തൊരു ചോദ്യമായതുകൊണ്ട് തന്നെയാണ്. അതായത് ഇത്തരം വിഷയങ്ങളിൽ അദ്ദേഹത്തിന് ഉത്തരമില്ല. അതായത് തന്റെ കയ്യിൽ നിന്ന് ആഭ്യന്തര വകുപ്പ് കൈവിട്ട് പോയി എന്നതിനെ ആ ഒരു വേദനിപ്പിക്കുന്ന സത്യം മുഖ്യമന്ത്രി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ കടന്ന് മെഴുകേണ്ടി വരുന്നത്. അദ്ദേഹത്തിന് നിയമസഭയിൽ കടന്ന് മെഴുകേണ്ടി വരുന്നത്. അത് സത്യം പറഞ്ഞാൽ ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇതിനുവേണ്ടി ഇങ്ങനെയൊക്കെയാണ് ജനാധിപത്യം പുലരുന്നത് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. ഇപ്പം വി.ഡി. സതീശൻ പറഞ്ഞത് ഒരു ലിസ്റ്റ് ഉണ്ട്. അതായത് കുന്നംകുളം, പിന്നെ പീച്ചി. ഇപ്പൊ പീച്ചിൽ കുറച്ച് ഗുരുതരമായിട്ടുള്ളൊരു സംഭവമായിരുന്നു. കാരണം പീച്ചിൽ ഒരു ഹോട്ടൽ ഉടമയ്ക്ക് നേരെയും മകന് നേരെയും പോക്സോ കേസ് ഉൾപ്പെടെ ചുമത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മൂവാറ്റുപുഴയിൽ, കോഴിക്കോട്, തിരുവനന്തപുരത്ത് വലിയൊരു സംഭവം, അതായത് കേരളം മുഴുവൻ ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു. തിരുവനന്തപുരത്ത് ഒരു പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവതിയെ 20 മണിക്കൂറോളം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും അവർ കുറച്ച് കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോഴത്തേന് കക്കൂസി പോയി കുടിക്കും എന്ന് പറയുന്നൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ കേരളം ചർച്ച ചെയ്തൊരു സംഭവമായിരുന്നു. അതെ, അത് മോഷണക്കുറ്റം ആണ് ചുമത്തിയത് അവർക്കെതിരെ. അതിനുശേഷം അരിമ്പൂരിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ അന്തിക്കാട് ഒരു സംഭവം ഓർക്കുന്നുണ്ടാവും, ഈ കരിക്കിനിടിക്കുന്നൊരു സംഭവം. സത്യം പറഞ്ഞാൽ 3-ാം മുറയൊക്കെ പോലീസ് എന്നീ വർഷങ്ങൾക്ക് മുമ്പേ നിർത്തിയൊരു സംഭവമാണ്. അപ്പം അങ്ങനെ ഒരു സ്ഥാനത്താണ് ഇപ്പോൾ കരിക്ക് തുണിയിൽ ചുറ്റി ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടാകുന്നത്. അപ്പം വി.ഡി. സതീശൻ ആ ഒരു സംഭവം വിശദീകരിക്കുന്നത് കേരളത്തിൽ ഇറങ്ങിയ ഒരു സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന ഒരു സിനിമയിൽ സമാനമായ രീതിയിലുള്ളൊരു സീനുകളുണ്ട്. അതായത് കരിക്ക് തോർത്തിൽ പൊതിഞ്ഞിട്ട് പ്രതികളെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന ഒരു സംഭവം.
സത്യം പറഞ്ഞാൽ ഇത് ഏറ്റവും അതിക്രൂരമായിട്ടുള്ളൊരു രീതിയാണിത്. അപ്പം ഇങ്ങനെ ഇടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പുറത്തേക്ക് മുറിവുകളുണ്ടാവില്ല, ആന്തരികമായ അവയവങ്ങൾക്ക് കൃത്യമായ കേടുപാടുകൾ സംഭവിച്ച് ആ മനുഷ്യന് ഒരിക്കലും നേരെ നിൽക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയുണ്ട്. അത്തരം മരണപ്പെട്ട സംഭവങ്ങൾ പോലും കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് വി ഡി സതീശൻ കൃത്യമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചിറയൻകീഴ് പോലീസ് സ്റ്റേഷനിൽ പെപ്പർ സ്പ്രേ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പോലീസ് പ്രതികളുടെ മുഖത്ത് പെപ്പർ സ്പ്രേ അടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നെ കൊടുങ്ങല്ലൂരിൽ ഒരു ക്യാൻസർ ബാധിച്ചൊരു മനുഷ്യനെ ഏതാണ്ട് ഇടിച്ചു കൂട്ടുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. അദ്ദേഹം കാല് പിടിച്ച് പറഞ്ഞു എനിക്ക് ക്യാൻസർ ആണ്, ഞാൻ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് പോലും അദ്ദേഹത്തെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു സംഭവങ്ങൾ ഉണ്ടായിരുന്നു. അത് നമ്മൾ വാർത്തകൾ കണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ അടൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തനമായിട്ട് മർദ്ദനമേറ്റിരുന്നു. അത് കഴിഞ്ഞിടയ്ക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പൊങ്ങി വന്നിരുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെ കുറേ വിഷയങ്ങളാണ് നമ്മുടെ വി ഡി സതീശൻ പ്രധാനമായിട്ടും സഭയിൽ ഉന്നയിച്ചത്. ഈ സംഭവങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ വിഷയം അവതരിപ്പിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹം ഈ വിഷയത്തിൽ ഈ സനീഷ് കുമാർ MLA-യും അഷറഫ് MLA-യും അനിശ്ചിതകാലം സത്യാഗ്രഹം കിടക്കുകയാണെന്ന് ഒരു ഇതും കൂടെ പറഞ്ഞിട്ടുണ്ട്. ഹാളിന് മുന്നിൽ സത്യാഗ്രഹം കിടക്കുന്നൊരു സംഭവം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട കുറേ സംഭവങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് സഭയിൽ ഈ ഒരു വിഷയത്തെ അവതരിപ്പിച്ചത്. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യമുണ്ട്. അതുപോലെ നമ്മളും ചർച്ച ചെയ്തിട്ടുള്ളൊരു കാര്യമുണ്ട്. ഇപ്പം ഈ വിഷയങ്ങളെല്ലാം വാർത്തകളിലൂടെ പുറത്ത് വന്നതുകൊണ്ട് മാത്രമാണ് നമുക്കെല്ലാം ഇത് അറിയാൻ പറ്റുന്നതും സംസാരിക്കാൻ പറ്റുന്നതും. എന്നാൽ പുറത്ത് വരാത്ത ഒരുപാട് ദൃശ്യങ്ങളും വിഷ്വൽസും സംഭവങ്ങളും വേറെയുണ്ട്. തല്ലും മേടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരുപാട് മനുഷ്യർ വേറെയുണ്ട്. അപ്പം ഈ സംഭവങ്ങളൊന്നും പുറത്തോട്ട് വന്നിട്ടില്ല. അപ്പം എന്തുകൊണ്ടാണ് ഇതെല്ലാം പുറത്തോട്ട് വരാത്തത്? എന്തുകൊണ്ടാണ് ആളുകൾ പേടിക്കേണ്ടി വരുന്നത്? അതെ 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 കോടതി വഴിയാണ് അദ്ദേഹം അത് മൂവ് ചെയ്ത് പുറത്തെത്തിച്ചത്. 2003 നടന്ന സംഭവമാണെന്ന് പറയണം. അപ്പം ഈ 2 വർഷത്തോളം എടുത്തിട്ടാണ് അദ്ദേഹം 2.5 വർഷത്തോളം എടുത്തിട്ടാണ് അദ്ദേഹം ഒരു വലിയൊരു ഫൈറ്റിലൂടെ ആ ഒരു ദൃശ്യം പുറത്തെത്തിച്ചതും പൊതുമധ്യത്തിൽ കൊണ്ട് ഇടുന്നതും അത്. പക്ഷെ എന്നാൽ പോലും 2023 നടന്ന സംഭവം. അപ്പം എന്നിട്ട് പോലും ഇതൊന്നും പുറത്തറിയാത്ത ഒരുപാട് നിരവധി സംഭവങ്ങൾ വേറെ ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത എന്ന് പറയുന്നത്. അതായത് കൃത്യമായി പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പിന്റെ ഒരു നിയന്ത്രണം കൃത്യമായിട്ട് പിണറായി വിജയന്റെ കയ്യിൽ നിന്ന് പോയി എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്നിവിടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല കഴിഞ്ഞിടയ്ക്കാണ് ഒരു സംഭവം ഉണ്ടായത്. നമ്മുടെ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളെ കുറിച്ചൊരു വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു. അതെ തുടരെ പിന്നെ പോലീസ് സ്റ്റേഷനുകളിൽ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗം, അതിന് ലഹരി കച്ചവടം, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് കൊണ്ടുപോയി നമ്മുടെ ഹോട്ടലിൽ കൊണ്ടുപോയി വലിയ വില കൂടിയ ഭക്ഷണങ്ങൾ മേടിച്ചു കൊടുക്കുന്ന സംഭവങ്ങളും മദ്യം മേടിച്ചു കൊടുക്കുന്ന സംഭവങ്ങളും അങ്ങനെ ഒരുപാട് സംഭവങ്ങളെല്ലാം കഴിഞ്ഞിടയ്ക്കാണ് നമ്മൾ കണ്ടത്. അപ്പം ഇതുപോലെ പോലീസിനെ സംബന്ധിച്ച് നിരവധി പരാതികൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു സഭ കൂടിയിരിക്കുന്നതിന് തീർച്ചയായിട്ടും മുഖ്യമന്ത്രി മറുപടി പറഞ്ഞു. പക്ഷെ മറുപടി ഒരിക്കലും തൃപ്തികരമല്ലാത്തൊരു മറുപടി തന്നെയായിരുന്നു. അദ്ദേഹത്തിന് ഈ മറുപടിയിലൊന്നും ഒതുങ്ങിയാൽ പോരാ, കൃത്യമായ മറുപടി അദ്ദേഹം പറയണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, പോലീസിൽ തുടർച്ചയായിട്ട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നതിനെപ്പറ്റി പിണറായി വിജയൻ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടി വരും. അതുതന്നെയാണ് നമുക്ക് പറയാനുള്ളത്.